ഹലോ ഫ്രണ്ട്സ്, MXC ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ മഴവിൽ മനോരമൻ്റെ മനോരമ മാക്സ് എന്ന ആപ്പിലെ ലോഗിൻ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 2-3 ടിപ്സുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് അതിലേക്ക് കൃത്യമായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മനോരമ മാക്സ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്താൽ മതി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം ക്രോം സെർച്ച് ചെയ്യുക പ്ലേ സ്റ്റോറിൽ. ക്രോം നിങ്ങളുടെ അപ്ഡേറ്റ് ആണോ എന്ന് നോക്കണം. നിങ്ങൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തത് നോക്കണ്ട. ഒന്ന് വെറുതെ പ്ലേ സ്റ്റോറിൽ ക്രോമിന് സെർച്ച് ചെയ്തിട്ട് ക്രോം അപ്ഡേറ്റ് ആണോ നോക്കിയാൽ മതി. ക്രോം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിനോ നോക്കി. ക്രോം ഞാൻ ആദ്യം അപ്ഡേറ്റ് ചെയ്തിന്, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല, അപ്ഡേറ്റ് ചെയ്യുക. മാക്സിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 ഡോട്ട് തൊടുക. ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതിലൂടെ ലോഗിൻ ചെയ്യാം. അപ്പോൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാനാണ് നമുക്ക് നോക്കാം. ക്രിയേറ്റ് എൻ അക്കൗണ്ട് തൊടുക. അപ്പോൾ നമ്മൾ ഇമെയിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പർ നമ്മൾ അതിൻ്റെ ഇൻകമിങ് തീർന്നിട്ടാണ് ഉറപ്പിക്കണം. അഥവാ ഇൻകമിങ് നമുക്ക് ഇല്ലെങ്കിൽ SMS OTP വരില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇമെയിൽ നമ്മൾ പഴയത് ഉപയോഗിക്കാത്ത ഇമെയിലൊന്നും കൊടുക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ തന്നെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യുക. നമ്മൾ പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് ഓർമ്മ ഉണ്ടാകണം. എന്താണെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇപ്പോൾ ക്യാരക്ടർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ തന്നെ കൊടുക്കണം. സ്മോൾ ലെറ്റർ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫൈൽ ഫോട്ടോ വെക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്. അപ്പോൾ ക്രിയേറ്റ് എൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇമെയിലിലേക്ക് വെരിഫിക്കേഷൻ പോയിട്ടുണ്ടാകും. സോ ഇമെയിൽ എടുക്കുക. ഈ ജിമെയിൽ ഓപ്പൺ ആക്കിയ ശേഷം മനോരമ ഓൺലൈൻ സപ്പോർട്ട് മറ്റേ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ തന്നിട്ടുണ്ടാവും. അത് നമ്മൾ മനോരമ മാക്സിലെ ആപ്ലിക്കേഷനിൽ പോയിട്ട് കൊടുക്കുക. വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇമെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ടാമത് നമ്മളോട് തന്നെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്. അപ്പോൾ OTP അടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെറും നമ്പർ മാത്രം അടിച്ചാൽ പോരാ. അതിൻ്റെ ഇപ്പോൾ സാധാരണ ഒരു OTP നമ്പർ ഉണ്ടാകില്ല. അപ്പോൾ ഇതിൽ ഒരു ആൽഫബറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് കൃത്യമായി നോക്കി കൊടുക്കണം. വെറും ഡിജിറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ കൊടുത്തതിന് ശേഷം വെരിഫൈ അടിക്കുക. അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളതിന് അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മളതിന് ലോഗിൻ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി മനോരമ മാക്സ് ആപ്ലിക്കേഷനോട് ബാക്ക് അടിച്ചുകൊണ്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ മനോരമ മാക്സ് ഓപ്പൺ ആക്കിയ ശേഷം ഉടൻമണത്തിൻ്റെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ അടിക്കുക. നമ്മൾ ഇമെയിൽ ID പാസ്വേഡും കൊടുക്കുക.
ശേഷം ലോഗിൻ അടിക്കുക. നമ്മളിവിടെ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിക്കണം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് 18 വയസ്സിലൊക്കെ ആവും. സോ നമ്മൾ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാൻ ശ്രമിക്കുക. 18 ഇത് കളിക്കാൻ പറ്റൂ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ജെൻഡർ കൊടുക്കുക. അതുപോലെ കൺട്രി ഇന്ത്യ, കേരള, നമ്മളെ ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. അഡ്രസ്സ് കൊടുക്കണം. കറക്റ്റ് അഡ്രസ്സ് കൊടുക്കാൻ ശ്രമിക്കുക. പിൻകോഡ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. കറക്റ്റ് പിൻകോഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ എക്സാക്റ്റ് ലൊക്കേഷൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ടിക്ക് കൊടുത്ത ശേഷം സബ്മിറ്റ് അടിക്കുക. അപ്പോൾ ഗായ്സ് എല്ലാം ശരിയായി. ഇനിയൊരു പ്രശ്നമില്ല. നമുക്ക് ലാംഗ്വേജ് വേണ്ടത് തുടങ്ങാൻ കൊടുക്കാം. അപ്പോൾ ഇനി ഗായ്സ് എൻജോയ് ചെയ്തോളൂ ഗായ്സ്, കളിച്ച് പണം നേടുക ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ് താങ്ക് യു.